സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 96-ാം ദശകം പഠിക്കാം. ഭഗവത് വിഭൂതികളും ജ്ഞാനകർമ്മ ഭക്തിയോഗങ്ങളും എന്നാണ് ഇതിന് ശീർഷകം. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമുരുമഹിമന്നക്ഷരാണാമകാരസ്താരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷു ത്വം ഭൃഗുർനാരദോപി പ്രഹ്ലാദോ ദാനവാനാം പശുഷു ച സുരഭിഃ പക്ഷിണാം വൈനതേയോ നാഗാനാമസ്യനന്തഃ സുരസരിതവിചസ്രോതസാം വിശ്വമൂർത്തേ. ഓരോ വിഭാഗത്തിലുള്ള ഏറ്റവും മഹത്തായ ആൾക്കാർ അഥവാ വസ്തുക്കൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതൊക്കെ അങ്ങയുടെ തന്നെ വിഭൂതിയാണെന്നാണ് പറയുന്നത്. ത്വം ഹി, നീ തന്നെയാണ്, ബ്രഹ്മ ഏവ, ആ പരബ്രഹ്മ സ്വരൂപം. അത് ഭട്ടതിരിത്വം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനോട് പറയുന്നതാണ്. സാക്ഷാൽ പരബ്രഹ്മ ഏവ, ശ്രേഷ്ഠമായിട്ടുള്ളത്. ഗുരുമഹിമൻ അല്ലയോ, വലിയ മഹിമാവോടുകൂടിയവനെ. അതുപോലെ നീ തന്നെയാണ് അക്ഷരാണാം അകാരഹ, അക്ഷരങ്ങളിൽ വെച്ച് അകാരം, അക്ഷരങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ അക്ഷരം എന്നുള്ളത് അകാരമാണ്. താരോ മന്ത്രേഷു, മന്ത്രങ്ങളിലെ താരം എന്ന് പറഞ്ഞാൽ ഓങ്കാരം ആണ്. തരഹ രാജ്ഞാം മനുരസി, രാജാക്കന്മാരിൽ വെച്ച് മനു ആണ്, ആദ്യത്തെ മനു ആണ് ഏറ്റവും മഹാനായ രാജാവെന്ന് പറയുന്നത്. അസി എന്ന് പറഞ്ഞാൽ ത്വം അസി എന്നാണ്, നീ ആകുന്നു എന്നുള്ളതിന്. മുനിഷു ത്വം ഭൃഗുഹു, മുനിമാരിൽ നീ ഭൃഗുവാണ്. നാരദ അഭി, ഭൃഗുഹു നാരദ അഭി എന്നാണ്. ഭൃഗുവും നാരദനും ആണ് മഹർഷിമാരിൽ ഏറ്റവും മഹാന്മാരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് മഹർഷിമാരെയാണ്. പ്രഹ്ലാദോ ദാനവാനാം, ദാനവൻ എന്ന് പറഞ്ഞാൽ അസുരൻ, അസുരന്മാരിൽ വെച്ച് പ്രഹ്ലാദനാണ്. പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിൻ്റെ മകനാണല്ലോ. പശുഷു ച സുരഭി, പശുക്കളിൽ വെച്ച് സുരഭിയാണ്. പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ് സംസ്കൃതത്തിലർത്ഥം. സുരഭിയാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത്. പക്ഷിണാം വൈനതേയോ, പക്ഷികളിൽ വെച്ച് വൈനതേയൻ ഗരുഡൻ. വൈനതേയ നാഗാനാമസ്യനന്ദ, നാഗാനാം നാഗന്മാരിൽ വെച്ച് അസി എന്ന് പറഞ്ഞാൽ ത്വം അസി, നീയാകുന്നു. അനന്ത അനന്തനാകുന്നു. സുരസരിതപിച്ച സ്രോതസാം, സ്രോതസ്സുകൾ എന്ന് വെച്ചാൽ ഒഴുകുന്നവകൾ എന്ന് പറഞ്ഞാൽ നദികളിൽ വെച്ച് സുരസരിത്ത് ദേവഗംഗ ആണ് നീ. ഹേ വിശ്വമൂർത്തയെ, അല്ലയോ വിശ്വ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ശരീരത്തോടു കൂടിയ ഭഗവാനെ എന്ന് ഭട്ടതിരി പറയുന്നതാണ്. ബ്രഹ്മണ്യാനാം ബലിസ്ത്വം ക്രതുഷു ച ജപയജ്ഞോസി വീരേഷു പാർത്ഥോ ഭക്താനാമുദ്ധവസ്ത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം നാസ്ത്യന്തസ്തുദ്വിഭൂതേർ വികസദതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം യദിഹ ഭവദൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ. ബ്രഹ്മണ്യാനാം ബലിഹി, ബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഭക്തൻ എന്നർത്ഥമാണ്. അവരിൽ വെച്ച് ബലിയാണ്, മഹാബലിയാണ് ഏറ്റവും ബ്രാഹ്മണ ഭക്തനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ വാമന മൂർത്തി അവിടെ ചെന്നപ്പോൾ അങ്ങ് എന്ത് വേണമെങ്കിൽ ചോദിച്ചുള്ളൂ തരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ. ക്രതുഷുച ജപയജ്ഞോസി, യാഗങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ളത് ജപയജ്ഞമാണ്. ജപയജ്ഞം സങ്കീർത്തനമൊക്കെ നടത്തുന്ന യജ്ഞം തന്നെയാണ്. ഇപ്പോഴത്തെ ഭാഗവത യജ്ഞം എന്നൊക്കെ പറയുന്നത് അങ്ങനെ അതിൽ ഉൾപ്പെടുന്നതാണല്ലോ. അസി എല്ലാം നീ അങ്ങനെയാണ്, നീ ആണിതൊക്കെ. വീരേഷു പാർത്ഥോ, വീരന്മാരിൽ വെച്ച് പാർത്ഥനും നീയാണ്, പാർത്ഥൻ അർജുനൻ. ഭക്താനാമുദ്ധവസ്ത്വം, ഭക്തന്മാരിൽ വെച്ച് ഉദ്ധവൻ നീയാണ് എന്നർത്ഥം. ധവഹ ത്വം ബലമസി ബലിനാം, ബലികളുടെയൊക്കെ ബലമാണ്, ബലമുള്ളവരുടെ ശക്തിയാണ് നീ. ധാമ തേജസ്വിനാം ത്വം, തേജസ്വികളുടെ ആ തേജസ്, ധാമം എന്ന് പറഞ്ഞാൽ തേജസ് തന്നെ, തേജസ്വിനാം ത്വം അത് നീയാണ്. നാസ്ത്യന്തസ്തുദ്വിഭൂതേർ വികസദശയം വിഭൂതേഹേ, നിൻ്റെ വിഭൂതികൾക്ക്, നിൻ്റെ ആ മഹത്വത്തിന് അന്തമില്ല. ന അസ്തി അന്തഃ ത്വദ്വിഭൂതേഹേ, വിഭൂതിക്ക്. വികസത അതിശയം വസ്തു സർവം, വികസിക്കുന്ന അതിശയമായ ഏറ്റവും വലിയ എന്നർത്ഥം. വസ്തു സർവം, അങ്ങനെയുള്ള എല്ലാ വസ്തുവും ത്വമേവ, വസ്തുവും ത്വമേവ, നീ തന്നെയാണ്. ഏത് വസ്തുവിലെയും ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങയുടെ തന്നെ ഭാവമാണ്. ത്വം ജീവസ്ത്വം പ്രധാനം, നീ തന്നെയാണ് ജീവൻ.
നീ തന്നെയാണ് പ്രകൃതി എന്നാണ്. പുരുഷനും പ്രകൃതിയുമാണ് ഇവിടെ ജീവ പ്രധാനം എന്ന് പറഞ്ഞേക്കുന്നത്. യതിഹ ഭവധൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ. ഭവധൃതേ എന്ന് പറഞ്ഞാൽ അങ്ങേ കൂടാതെ യതിഹ യാതൊന്നാണോ തത് ന അത് ഇല്ല. യത് ഇഹ തത് ന എന്നാണ്. കിഞ്ചിത് ഒന്നും തന്നെ ഇല്ല പ്രപഞ്ചേ പ്രപഞ്ചത്തിൽ. ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥവിഹിതം ത്വത്പരത്വേന ഭക്ത്യാ കുർവന്തോന്തർവിരാഗേ വികസതി ശനകൈഃ സന്ധ്യജന്തോ ലഭന്തേ സത്താസ്ഫൂർത്തിപ്രിയത്വാത്മകം അഖിലപദാർത്ഥേഷു ഭിന്നേഷ്വഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം. ധർമ്മം വർണ്ണാശ്രമധർമ്മങ്ങൾ ശ്രുതിപഥവിഹിതമായ ശ്രുതിവേദം വേദപഥത്തിൽ വേദവഴിയിൽ കൂടി വിഹിതമായ ധർമ്മത്തെ ത്വത്പരത്വേന അവിടെ അതാണ് പ്രധാനം. നിന്നിലുള്ള ഭക്തിയോടുകൂടി വേണം. ഭക്തിയാ നിന്നെ ആശ്രയിച്ചുള്ള ഭക്തിയോടുകൂടി കുറുവന്ത ചെയ്യുന്നവർ കുറുവന്ത അവരെ അന്തഃ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവസാനം വിരാഗേ വികസതി. അങ്ങനെയുള്ളവർക്ക് വിരാഗം വൈരാഗ്യം ലൗകിക ജീവിതത്തോടുള്ള താല്പര്യം ഇല്ലായ്മ അതാണ് വൈരാഗ്യം. അത് വികസതി അത് വികസിക്കുമ്പോൾ കൂടിക്കൂടി വരുമ്പോൾ ശനകൈഹി പതുക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ധർമ്മവും അവരെ ത്യജിക്കുന്നു എന്നർത്ഥം. ആ ഭക്തി വന്നു കഴിഞ്ഞാൽ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളും വേണമെങ്കിൽ ത്യജിക്കാം. അങ്ങനെ ത്യജിക്കുന്നവരായിട്ട് സത്താസ്ഫൂർത്തി പ്രിയത്വാത്മകം. സത്ത എന്ന് പറഞ്ഞാൽ ഉണ്മ, സ്ഫൂർത്തി പ്രകാശം, പ്രിയത്വം ആനുകൂല്യം, സത്ത് ചിത്ത ആനന്ദം എന്ന സ്വരൂപത്തോടു കൂടിയതും എന്നാണ്. പിന്നെ ഭിന്നേഷ്വഭിന്നം ഭിന്നമാണെന്ന് തോന്നും, പക്ഷേ ഭിന്നവും ആകും അഭിന്നവുമാവും. വ്യത്യസ്തങ്ങളായ എല്ലാ പദാർത്ഥങ്ങളിലും ഏകമായിരിക്കാം. നിർമൂലം കാരണമില്ലാത്തതാണ്, പക്ഷേ വിശ്വമൂലമാണ്. എല്ലാ പ്രപഞ്ചത്തിനും കാരണമായിട്ടുള്ളവനാണ്. എല്ലാത്തിനും കാരണമാണ്, പക്ഷേ ആ ശക്തിക്ക് ഒന്നും തന്നെ കാരണമല്ല. അതാണ് നിർമൂലവുമാണ്, പക്ഷേ ആ ശക്തി എല്ലാത്തിനും കാരണമാണ്. അങ്ങനെ അതാണ് ആ പരമം എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും ശ്രേഷ്ഠമായ ആ തത്വത്തെ അഹം ഇതി ത്വദ്വിബോധം. അത് അഹം ഞാൻ തന്നെയാണെന്നുള്ള ത്വദ്വിബോധം അങ്ങനെക്കുറിച്ചുള്ള ആ ഒരു അറിവ്, വിശുദ്ധമായ അറിവിനെ ലഭന്തേ എന്നാണ്. അങ്ങനെയുള്ളവർ നേടുന്നു എന്നാണ്. അങ്ങനെയുള്ള ജ്ഞാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. ജ്ഞാനം കർമാവിഭക്തിസ്ത്രിതയമിഹ ഭവത്പ്രാപകം തത്ര താവൻ നിർവിണ്ണാനാമശേഷേ വിഷയേ ഇഹ ഭവേത് ജ്ഞാനയോഗേധികാരഃ സക്താനാം കർമ്മയോഗസ്ത്വൈഃ വിനിഹിതോ ഏതു നാത്യന്തസക്ത നാപ്യത്യന്തം വിരക്താസ്ത്വയി ച ധൃതരസ ഭക്തിയോഗോ ഹ്യമീഷാം. ജ്ഞാനം കർമ്മ അഭി കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തി ഇത് ത്രിതയം. ഈ മൂന്നും ഇഹ ഭവത്പ്രാപകമാണ്. ഇത് മൂന്നും അങ്ങേ പ്രാപിക്കാൻ യോഗ്യം തന്നെയാണ്. തത്ര അവിടെ താവത്. അപ്പോൾ നിർവിണ്ണാനാം വൈരാഗ്യമുള്ളവർക്ക്, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സുഖങ്ങളിൽ വലിയ താല്പര്യമില്ലാത്തവർ, വൈരാഗ്യം അവർക്ക് ശേഷേ വിഷയേ നിർവിണ്ണാനം എന്ന് എല്ലാ വിഷയങ്ങളിലും നിർവിണ്ണന്മാർ വൈരാഗ്യമുള്ളവർ. ഇഹ ഭവേത് അങ്ങനെയുള്ളവർക്കാണ് ഭവിക്കുന്നത്. ഏത് ജ്ഞാനയോഗേധികാര എന്നാണ്. അങ്ങനെയുള്ളവർക്കാണ് ജ്ഞാനയോഗത്തിൽ അധികാരം ഉള്ളത്. പിന്നീട് സക്താനാം കർമ്മയോഗ ലൗകിക ജീവിതവുമായിട്ട് സക്തന്മാർ താല്പര്യമുള്ളവർക്കാണ് കർമ്മയോഗ. ത്വയി വിനിഹിതോ ത്വയി വിനിഹിത ത്വയി നിന്നിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഏതു അത്യന്തസക്ത യാതൊരാണോ യാതൊരുത്തരാണോ ന അത്യന്തസക്ത വലിയ ശക്തിയില്ലാത്തവരാണ്. അത്യന്തം വിരക്താഹ എന്നാൽ അത്യന്തം വിരക്തന്മാരുമല്ല. ത്വയി ധൃതരസ നിന്നിൽ ധൃതരസം എന്ന് പറഞ്ഞാൽ ഭക്തി തന്നെയാണ് രസം. ആ ഭക്തിയുടെ ആനന്ദം ഉള്ളവർ അവർക്ക് ഭക്തിയോഗോ യമീഷാം ഇങ്ങനെയുള്ളവർക്കാണ് ഭക്തിയോഗം വിധിച്ചിട്ടുള്ളത്. അധികാരിഭേദങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ജ്ഞാനം ത്വദ്ഭക്തതാം വാ ലഘു സുഹൃതവശാന്മർത്യലോകേ ലഭന്തേ തസ്മാദത്രൈവ ജന്മസ്പൃഹേതി ഭഗവൻ നാഗോ നാരകോ വാം ആവിഷ്ടം മാം തു ദൈവാത് ഭവജലനിധിപോതായിതേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരും അനുഗുണവാദായിതസ്താരയേഥാ. ജ്ഞാനം ത്വദ്ഭക്തതാം ജ്ഞാനവും നിന്റെ ഭക്തത ഭക്തി തന്നെ വാ ലഘു
ലഘു എന്ന് പറഞ്ഞാൽ അനായാസമായിട്ട് സുഹൃതം നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ സുഹൃതം കിട്ടുന്നത്. ദോഷമുണ്ട് മർത്യലോകയിലെ ബന്ധു പിന്നെ സുഹൃതം അങ്ങയുടെ അനുഗ്രഹവും. അതുകൊണ്ട് മർത്യലോകത്തിൽ ജനിക്കുന്നു. ആ ഭൂമിയിലെ മർത്യലോകത്തിലാണ് ജ്ഞാനവും ഭക്തിയും ലഭിക്കുന്നത്. മറ്റേ ദേവലോകത്തും നരകലോകത്തും ഇത് കിട്ടത്തില്ല എന്നുള്ളതാണ്. തസ്മാത് അതുകൊണ്ട് അത് ഹിതമായിട്ട് അത്രയുക ഇവിടെ തന്നെ ജന്മം സ്പൃഹേതി ജനിക്കാൻ ആഗ്രഹിക്കുന്നു ഭഗവൻ. ആരൊക്കെയാണ്? നാഗം എന്ന് പറഞ്ഞ സ്വർഗം, അവിടെ ഗമിച്ചവർ ദേവന്മാർ. നരകത്തിലുള്ളവർ അസുരന്മാരും അവരാണെങ്കിലും ഭൂമിയിൽ മർത്യനായിട്ട് ജനിക്കണമെന്നാണ്. കാരണം ഭക്തി അതുപോലെ ജ്ഞാനം ഇവ ലഭിക്കണമെങ്കിൽ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജനിക്കണം. ഭൂമിയിലും മനുഷ്യരല്ലാത്തവർക്ക് ഈ ഭക്തിയും ജ്ഞാനവും ലഭിക്കുകയില്ല. ആവിഷ്ടം മാം തു എന്നെ ദൈവാത് എന്ന് പറഞ്ഞാൽ ദൈവ കൃപയാൽ ഇതിൽ വന്നവനായ എന്നെ ഭവജലനിധി. ഭവം എന്ന് പറഞ്ഞാൽ സംസാര സുഖദുഃഖങ്ങളായ സമുദ്രം. ജലനിധിയിൽ പോതായിതേ, അവിടെ പോതം എന്ന് പറഞ്ഞാൽ ഒരു പൊങ്ങുതരിയായിട്ട് വന്ന ആവിഷ്ടം വന്നനായിരിക്കുന്ന എനിക്ക് മർത്യദേഹത്തിൽ മനുഷ്യ ദേഹത്തിൽ വന്നുകൂടിയ എനിക്ക് ത്വം കൃത്വ കർണധാരം ഒരു ഗുരുവിനെ ആ പൊങ്ങുതടി നിയന്ത്രിക്കുന്ന ആളായിട്ട്, അതിൻ്റെ കപ്പിത്താൻ എന്ന് പറയാം, കർണധാരൻ ആയിട്ട് ചെയ്തിട്ട് നല്ലൊരു ഗുരുവിനെ എനിക്ക് നൽകിയിട്ട് അനുഗുണവാദായുധ ത്വം അനുഗുണവാദായുധ. അതിന് ആ കപ്പിത്താൻ ഉണ്ടെങ്കിലും അനുഗുണമായിട്ട് വാദം എന്ന് പറഞ്ഞ കാറ്റ്, കപ്പലിന് നല്ല കപ്പിത്താനും വേണം, അതുപോലെ കാറ്റ് അനുകൂലമായിട്ടും ഇരിക്കണം. വാദം അനുഗുണവാദായുധൻ അങ്ങനെ ആയിത്തീർന്നവനായിട്ട് താരയേഥാഹ എന്ന് പറഞ്ഞു. അങ്ങനെ മറുകരയിൽ എത്തിക്കണേ എന്നാണ് താരയേഥാഹ എന്ന് പറഞ്ഞാൽ എന്നെ മുക്തിയിലേക്ക് എത്തിക്കണേ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവ്യക്തം മർഗയന്ത ശ്രുതിഭിരവിനയൈ കേവല ജ്ഞാനലുബ്ധ ക്ലിശ്യന്തേതീവ സിദ്ധിം ബഹുതരജനുഷാം അന്തയേവപ്നുവന്തി ദൂരസ്ഥ കർമ്മയോഗോപി ച പരമഫലേ നന്വയം ഭക്തിയോഗസ്ത്വാമൂലദേവഹൃദ്യസ്ത്വരിതമയി ഭവത്പ്രാപകോ വർത്തതാം മേ. ഭക്തിയുടെ ഒരു മഹത്വം കൂടെ പറയുകയാണ്. ജ്ഞാന യോഗം ഉള്ളവർക്ക് അവരുടെ മാർഗം അവ്യക്തമാണ്, അവസാനം വരെയും വ്യക്തമാവുകയില്ല. അവ്യക്തമാണ് മാർഗം. അവ്യക്തമായിട്ട് മാർഗയന്ത എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുന്നവരാണ്. ശ്രുതിഭി അഭി നയൈഹി, ശ്രുതി വേദങ്ങളാൽ ശ്രുതിഭി അഭി നയൈഹി എന്ന് പറഞ്ഞാൽ ഇവിടെ അനേകം ദർശനങ്ങളാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. സാഖ്യം യോഗം തുടങ്ങിയ ശാസ്ത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നയൈഹി കേവല ഇതിനെ തിരിഞ്ഞുകൊണ്ടിരുന്ന കേവല ജ്ഞാനലുബ്ധന്മാരെന്നാണ് ഭട്ടതിരി പറയുന്നത്. ജ്ഞാനത്തിൽ വളരെ അതിൽ മാത്രം സ്വന്തമാക്കി വെക്കുന്നവരെ എന്നർത്ഥമാണ്. ക്ലിശ്യന്തെ അവരെ ക്ലേശിക്കുന്നു അതീവ, അവർ വളരെയധികം ക്ലേശിക്കും. സിദ്ധിം ബഹുതരജനിഷാമന്തേ, ബഹുതരജനിഷാമെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ജീവിതത്തിൻ്റെ അന്തത്തിൽ പല ജന്മം കൊണ്ട് സിദ്ധിയെ ആപ്നുവന്തി, അവർ സിദ്ധിയെ നേടുന്നുണ്ട്. അങ്ങനെയാണ് വലിയ സിദ്ധികളോടുകൂടി ഉള്ളവരായിട്ട് മാറുന്നുണ്ട്. അവർക്കും ഭക്തിയുടെ ഒരു മഹത്വം വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഭട്ടതിരി പറയുന്നത്. കർമ്മയോഗവും പരമഫലേ ദൂരസ്ഥ, പരമമായ ഒരു ഫലം ലഭിക്കുന്നത് അതിൻ്റെ ദൂരത്ത് സ്ഥിതി ചെയ്യുന്നവനാണ്. ആ ഫലത്തിൽ നിന്ന് ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നനു എന്ന് പറഞ്ഞാൽ എന്നാൽ അയം ഭക്തിയോഗ, ഈ ഭക്തിയോഗം ആകട്ടെ, ഭക്തിയോഗ തു ആമൂലാദേവ, അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഹൃദ്യ വളരെ സന്തോഷപ്രദവുമാണ്. ത്വരിതം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭവത്പ്രാപക, ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നതുമാണ്. മേ വർദ്ധതാം, ആ ഭക്തി എനിക്ക് വർദ്ധിച്ചു വരട്ടെ. ജ്ഞാനായൈവാദിയത്നം മുനിരപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഠം ത്വത്പാദഭക്തിം ശരണമയതി യസ്തസ്യ മുക്തി കരാഗ്രേ ത്വധ്യാനേവീഹ തുല്യാ പുനരസുകരത ചിത്തചാഞ്ചല്യഹേതോരഭ്യാസാദശുശക്യം തദപി വശയിതും ത്വത്കൃപാചാരുതഭ്യം. ജ്ഞാനായ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന് വേണ്ടി തന്നെ അതിയത്നം, വലിയ പ്രയത്നം മുനി അപവദതേ
മഹർഷിമാരത് വേണ്ട, അവബോധത്തെ എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ വേണം വേണ്ടത്? ബ്രഹ്മതത്വം ശൃണ്വൻ, ബ്രഹ്മതത്വം കേട്ടിട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് ഗാഠം ത്വത്പാദഭക്തിയും, ബ്രഹ്മതത്വമൊക്കെ സാമാന്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ത്വത്പാദഭക്തി, ത്വത്പാദഭക്തിയെ ശരണം അയതി, ശരണം അയതി എന്ന് ശരണം പ്രാപിക്കുന്നു യാതൊരുവൻ തസ്യ മുക്തി കരാഗ്രഹി, അങ്ങനെയുള്ളവന് കരാഗ്രഹി കയ്യിൽ തന്നെയാണ് മുക്തി എന്നർത്ഥം. ത്വധ്യാനേ വീഹ, പക്ഷേ ത്വധ്യാനം നിന്നെ ധ്യാനിക്കുന്നതിൽ തന്നെ അഭീഹ, ഇവിടെ തുല്യ പുനരസുകരത, അവിടെയും അസുകരത തുല്യ. അസുകരത എന്ന് പറഞ്ഞാൽ അനായാസം ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ പ്രയാസം എന്നുള്ളർത്ഥം. അത് മറ്റേ ജ്ഞാനയോഗത്തിനെ പോലെ തന്നെ തുല്യമാണ്. അത്ര എളുപ്പമെന്ന് പറയാനൊക്കത്തില്ല. അതെന്തുകൊണ്ട്? ചിത്തചാഞ്ചല്യഹേതോ, മനസ്സ് ചഞ്ചലം ആയിക്കോട്ടെ, അതാ കാരണം കൊണ്ട്, ചിത്തചാഞ്ചല്യം കൊണ്ട് ആ ഭക്തിക്കും ഇളക്കം തൊട്ട പലപ്പോഴും എന്നാണ്. എന്നാൽ ഹേതോഹോ ഹേതു കാരണമായിട്ട് അഭ്യാസാദാശു, എന്നാൽ നമുക്കങ്ങനെയല്ല, അത് അഭ്യാസം വീണ്ടും വീണ്ടും നാം അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആശു ശക്യം, പെട്ടെന്ന് തന്നെ അത് നേടാൻ സാധിക്കും. തദപി വശയിതും, അതും അത് വശയിതുമപി, അത് നേടുന്നതിനും അത് വശത്താക്കുന്നതിനും ശക്യം എന്നുള്ളതാണ്, അത് സാധിക്കും. അതിനെന്തൊക്കെയാണ്? ത്വത്കൃപാചാരുതാഭ്യാം എന്നാണ്. നിൻ്റെ കൃപയും നിൻ്റെ ചാരുതയും, അവിടെയാണ് ഭക്തിക്ക് അങ്ങയുടെ ആ ചാരുത, അങ്ങയുടെ മനോഹാരിത, അതും അങ്ങയുടെ കൃപയും ഇതിന് രണ്ടും സഹായകമാണ്. നിർവിണ്ണ കർമ്മമാർഗേ ഖലു വിഷമതമേ ത്വത്കഥാദൗ ച ഗാഠം ജാതശ്രദ്ധോപി കാമാനൈ ഭുവനപദേ ദൈവ ശക്നോമി ഹാതും തത്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാ ദോഷബുദ്ധ്യാ ഭജം സ്ഥാൻ പുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയഗതേ മംക്ഷു നങ്ഷ്യന്തി സംഗാഹ. നിർവിണ്ണ എന്ന് പറഞ്ഞാൽ വൈരാഗ്യബുദ്ധിയുള്ളവർ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ലൗകിക സുഖത്തിനോടുള്ള താല്പര്യക്കുറവിനെയാണ്. അതുള്ള ആളായിട്ട് കർമ്മമാർഗേ, വിഷമോത്തമമായ കർമ്മയോഗത്തിൽ അതിൽ വൈരാഗ്യത്തോടു കൂടിയവൻ, താല്പര്യമില്ലാത്തവനായിട്ട് ത്വത്കഥാദൗ, അങ്ങയുടെ കഥകളിൽ, ഭക്തിയുടെ കാര്യത്തിലാണ് ഗാഠം ജാതശ്രദ്ധൻ, ശ്രദ്ധയോടു കൂടിയവനാണെങ്കിലും ഞാൻ കാമാൻ ആഗ്രഹങ്ങളെ, ഈ ഭുവനപതയെ അല്ലയോ ഭുവനപതയെ ന ഏവ ശക്നോമി ധാതു, ഞാൻ അതിനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഭട്ടതിരി പറയുകയാണ്. തത് ഭൂയ, അതുകൊണ്ട് വീണ്ടും വീണ്ടും നിശ്ചയേന, ആ നിശ്ചയദാർഢ്യത്തോടുകൂടി ത്വയി നിഹിതമനാഹ, നിന്നിൽ അർപ്പിച്ച മനസ്സോടുകൂടിയവനായിട്ട് ദോഷബുദ്ധിയ, അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കർമ്മ മാർഗം, അതുപോലെ കാമം, ഇതൊക്കെ ദോഷമാണെന്നുള്ള ബുദ്ധിയോടുകൂടി ഭജം സ്ഥാൻ, അതിനെ ദോഷബുദ്ധ്യാ ഭജൻ, ദോഷബുദ്ധിയോടുകൂടി അതിനെ ഞാൻ സ്വീകരിക്കുന്നു. എപ്പോഴാണെങ്കിലും ഞാൻ കാമങ്ങളെയൊക്കെ സ്വീകരിക്കുന്നത് ഇത് അത്ര മെച്ചമല്ല എന്നുള്ള ആ ബുദ്ധിയോടുകൂടി ഭജിക്കുന്നവനായിട്ട് വീണ്ടും വീണ്ടും അങ്ങേ ഭജിക്കുന്നതുകൊണ്ട് പുഷ്ണീയാം ഭക്തിമേവ, ഭക്തിയെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും പോഷപ്പെടുത്താം. ത്വയി ഹൃദയഗതയെ, അങ്ങനെ നീ ഹൃദയത്തിൽ ആകുമ്പോൾ മംക്ഷു പെട്ടെന്ന് തന്നെ സംഗാഹ നക്ഷ്യന്തി, ആ അടുപ്പം നശിച്ചു തന്നെ പോകും. കശ്ചേൽ ക്ലേശാർജിത അർത്ഥക്ഷയ വിമലമതർ നുദ്യമാനോ ജനൗഹൈ പ്രാഗേവം പ്രാഹ വിപ്രോ നഖലു മമ ജനഃ കാലകർമ്മഗ്രഹാവാം ചേതോ മേ ദുഃഖഹേതുസ്തദിഹ ഗുണഗണം ഭാവയത് സർവകാരീത്യുക്ത്വാ ശാന്തോഗതസ്ത്വാം മമ ച ഗുരുവിഭോ താദൃശീം ചിത്തശാന്തിം. ഒരു കഥയിലെ ഒരു പുരുഷന് ധനം വളരെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഒരു സമയത്ത് പല കാരണം കൊണ്ട് ധനമെല്ലാം പോയി. എന്ന് മാത്രമല്ല, ഇപ്പം ധനം നഷ്ടപ്പെടുമ്പോൾ പലരും കടം വാങ്ങാനുള്ളവരൊക്കെ, കടം കൊടുത്തവരൊക്കെ വാങ്ങിക്കാൻ വന്ന ആൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്ത സന്ദർഭം ഉണ്ടാകുമല്ലോ. അങ്ങനെ വന്ന ഒരാൾ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ അവസാനം മനസ്സിലായി, എൻ്റെ ഈ കഷ്ടപ്പാടിന് കാരണം എൻ്റെ ജനമല്ല
കാലമല്ല, എൻ്റെ കർമ്മമല്ല, ഗ്രഹങ്ങളൊന്നുമല്ല, എൻ്റെ മനസ്സാണ് ഇപ്പോൾ എനിക്ക് ദുഃഖം. ഞാനിതിനെയൊക്കെ എൻ്റെ ഒരു വിധിയാണ് എന്ന് കണ്ടിട്ട് ദുഃഖിക്കാതിരിക്കാം. അങ്ങനെ ഒരാൾ പറഞ്ഞതായിട്ട് കഥയുണ്ടല്ലോ. എന്നെ അങ്ങനെ എൻ്റെ മനസ്സാണ് എന്നുള്ള ഒരു തോന്നലിലേക്ക് കൊണ്ടുവരണേ എന്നാണ് പറയുന്നത്. കശ്ചിത് ഒരാൾ ക്ലേശമായിട്ട് ആർജിച്ച അർത്ഥക്ഷയം, ധനമെല്ലാം ക്ഷയിച്ചപ്പോൾ വിമലമതിഹി, ബുദ്ധിയൊക്കെ വിമലമായപ്പോൾ ജനൗഹൈഹി നുദ്യമാനാണ്. പക്ഷേ ജനൗഹം, ജനങ്ങളുടെ കൂട്ടത്താൽ നുദ്യമാനുമായി, ഉപദ്രവിക്കപ്പെട്ടവനുമായി. എന്നിട്ടും പണ്ട് ഇപ്രകാരം പറഞ്ഞു. വിപ്രഹ കശ്ചിത് വിപ്രഹ, ഒരു വിപ്രനാണ് പറഞ്ഞത്. നഖലു നിശ്ചയമായും അല്ല, മമ എനിക്ക് ജനമല്ല, കാലകർമ്മഗ്രഹാവ, കാലമോ എൻ്റെ കർമ്മമോ ഗ്രഹങ്ങളോ നഖലും എന്നാണ് അല്ല. എന്താണ്? ചേതോ മേ ദുഃഖഹേതു, എൻ്റെ ദുഃഖത്തിന് കാരണം എൻ്റെ ഇപ്പോഴത്തെ ഈ മനസ്സാണ്. ഞാൻ മനസ്സിൽ ദുഃഖമില്ല എന്ന് എൻ്റെ വിധിയാണ് എന്ന് മനസ്സിലാക്കാമെങ്കിൽ എനിക്ക് ദുഃഖമില്ല എന്നുള്ളതാണ്. ചേതഹ മനസ്സാണ്. തദിഹ ഗുണഗണം ഭാവയത് സർവകാരി ഇത്യുക്ത്വാ. അതെന്ന് പറഞ്ഞാൽ ആ മനസ്സ് ഇവിടെ ഗുണഗണം ഭാവേത്, ഗുണഗണങ്ങൾ എന്ന് പറയുന്നത് കർത്തൃത്വം, ഭോക്തൃത്വം തുടങ്ങിയ ഗുണങ്ങൾ, അതിനെ ആരോപിക്കുവാണ്. സർവകാരി, എല്ലാം ചെയ്യുന്നതായിട്ട് ആരോപിച്ചുകൊണ്ട് ഭാവേത്, അങ്ങനെ ഭാവിച്ചുകൊണ്ടാണ് എനിക്ക് ദുഃഖം ഉണ്ടാക്കുന്നത്. ഇത്യുക്തോ, ഇപ്രകാരം പറഞ്ഞിട്ട് ശാന്തനായിട്ട് ത്വാം ഗതഃ, അങ്ങേ ശരണം പ്രാപിച്ചു എന്നർത്ഥം. മമജ ഗുരു വിഭോ, എനിക്കും അല്ലയോ വിഭോ അങ്ങനെ ചെയ്താലും എന്താണ്? താദൃശിയും ചിത്തശാന്തിയും, അങ്ങനെയുള്ള ഒരു ചിത്തശാന്തിയെ എനിക്ക് ഉണ്ടാക്കണേ. ഐള പ്രാഗുർവശീം പ്രത്യതിവിവശമനാഃ സേവമാനശ്ചിരം താം ഗാഠം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ക്ഷുദ്രമേവേതി ഗായൻ ത്വദ്ഭക്തിം പ്രാപ്യപൂർണ്ണഃ സുഖതരമചരത്തദ്വദൂതസംഗം ഭക്തോത്തംസം ക്രിയാമാം പവനപുരപദേ ഹന്ത മേരുന്ധിരോഗൻ. ഐളഹ എന്ന് പറഞ്ഞാൽ പുരൂരവസിൻ്റെ ഒരു കഥയാണ് പറയുന്നത്. ഉർവശി പുരൂരവസിൻ്റെ കഥ വളരെ പ്രസിദ്ധമാണ്. അത് വേദത്തിലുമുണ്ട്, പിന്നെ പുരാണങ്ങളിൽ ഒക്കെ ഉള്ളതാണ്. ഭാഗവത പുരാണത്തിലും എല്ലാം ഉണ്ട്. അവിടെ ഉർവശിയുമായിട്ട് വലിയ താല്പര്യമായിട്ട് ഉർവശി ഒന്നിച്ച് വളരെ കാലം കഴിഞ്ഞു. പക്ഷേ ഒരു സന്ദർഭത്തിൽ ഉർവശി പുരൂരവസിനെ ഉപേക്ഷിച്ച് പോയി ഒരു കഥയുണ്ട്. അപ്പോൾ പുരൂരവസ് അവസാനം വീണ്ടും ഉർവശിയുമായിട്ട് ഉർവശിയെ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്. പക്ഷേ അവസാനം പുരൂരവസിന് മനസ്സിലായി എല്ലാ കാലം നീണ്ടു നിൽക്കുന്നില്ല, അതൊരു സത്യമല്ല എന്ന് മനസ്സിലായിട്ട് ഭഗവത് ഭക്തിയിലേക്ക് മാറിയതാണ് കഥ. അതാണ് ഐളഹ. പുരൂരവസ് പണ്ട് ഉർവശിയും പ്രതി ഉർവശിയുമായിട്ട് വിവശമനസ്സായിട്ട് സേവിച്ചുകൊണ്ടിരുന്നു. ചിരം വളരെ കാലം താം സേവമാനഹ അവളെ സേവിച്ചുകൊണ്ടിരുന്നിട്ട്, പക്ഷേ ഗാഠമായിട്ട് നിർവിദ്യ എന്ന് പറഞ്ഞാൽ നിർവേദം, സംഘമില്ലായ്മ, താല്പര്യം മുഴുവൻ പോയി എന്നുള്ളതാണ്. ഭൂയ പിന്നീട് യുവതി സുഖം ഇതം ക്ഷുദ്രമേവേദി ഗായൻ. ഇതം യുവതി സുഖം, ഈ യുവതി സുഖം എന്ന് പറയുന്നത് ക്ഷുദ്രം തന്നെയാണ്, അത് സത്യമല്ല എന്ന് ഗായൻ എന്ന് പാടിക്കൊണ്ട്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ത്വദ്ഭക്തിം പ്രാപ്യ, നിൻ്റെ ഭക്തിയെ പ്രാപിച്ചിട്ട് നിൻ്റെ ഭക്തനായിട്ട് തീർന്നിട്ട് പൂർണ്ണനായിട്ട് സുഖതരമായിട്ട് മുമ്പുള്ളതിൽ കൂടുതൽ സുഖത്തോടു കൂടി അചരത് ചരിച്ചു. തദ്വത് അതുപോലെ ഉദ്ധൂത സംഘത്തോടു കൂടാത്തവനായിട്ട് ഭക്തോത്തംസനായിട്ട് ക്രിയാമാം, എന്നെ ക്രിയാഹ നീ ചെയ്യണം, അങ്ങനെ ആക്കി ചെയ്യണം. പവനപുരപതി ഗുരുവായൂരപ്പ അന്തമേരുന്ധിരോഗാൻ, എൻ്റെ രോഗങ്ങളെയെല്ലാം നീ ഹനിക്കണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.